സഹൃദകരെ, കോട്ടയം ജയഭാരതി തിയേറ്റേഴ്സിന്റെ 16ാമത് നാടകം ദുപ്പതര തുടങ്ങും. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ശരിയായ നിലപാടുകളും ശരിയായ രാഷ്ട്രീയവും മാത്രം തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രക്രിയയാണ് എന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെയല്ല. പോയിന്റ് മനസ്സിലായോ? എടോ, ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഒന്ന് കിട്ടാത്ത മുന്തിരിങ്ങ പുള്ളിക്കും. 1924 ഇറ്റാലിയൻ ജനറൽ ഇലക്ഷനിൽ ജയിച്ച നേതാവിന്റെ പേര് മുസോളിനി എന്നാണ്. മുസോളിനിയുടെ ഫാസിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയ വോട്ട് 65%. തെരഞ്ഞെടുപ്പിൽ എല്ലായ്പ്പോഴും ശരി ജയിക്കൊന്നുമില്ല. എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ? 65% വോട്ട് നേടി മുസോളിനി ജയിച്ച് ഒരു പതിറ്റാണ്ട് കഴിയുന്നതിന് മുൻപാണ് ഹിറ്റ്ലർ ജർമ്മനിയിൽ ജയിച്ചത്. നാസി പാർട്ടി എല്ലാം തെരഞ്ഞെടുപ്പിലൂടെയാണ് ജയിച്ചത്. കാട്ടുള്ള വീരപ്പന് വരെ MLA MP അല്ലെ പിന്നെ മുഖ്യമന്ത്രി വരെ അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ അത് എന്റെ കുറ്റമല്ല. പക്ഷെ ആ വിജയമൊന്നും ആത്യന്തികമായി നിലനിന്നില്ല എന്ന് മാത്രം. അപ്പൊ തെരഞ്ഞെടുപ്പുകൾ അങ്ങനെ പല കാര്യമുണ്ട്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകൾ നമുക്ക് അങ്ങനെ ഒരുപാട് കൗതുകം കാണാം. പിന്നെ തെരഞ്ഞെടുപ്പിൽ ജയം തോൽവി അതിന്റെ ഭാഗമായിട്ടുള്ള അതൊന്നും ചുമ്മാടി ചോർന്നതാണെന്നേ. തോറ്റാ നിന്ന് കരയും ചെയ്യും. പിന്നെ തെരഞ്ഞെടുപ്പിൽ ജയം തോൽവി അതിന്റെ ഭാഗമായിട്ടുള്ള അതൊന്നും ഒരു വ്യക്തിയുടെ എന്തെങ്കിലും പ്രത്യേകത എന്ന നിലയ്ക്ക് ഞാൻ അതിനെ കണ്ടിട്ടേ ഇല്ല. റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ. നീ വെറുതെ ചിരിപ്പിക്കരുത്. ഇതുപോലെ ഇനി എത്ര എണ്ണം ഉണ്ട്? പിന്നെ മൂത്തിരുത്താൻ അവിടെ എങ്ങനെ? തിരുവനന്തപുരം ജില്ലയില് ചില മണ്ഡലങ്ങളിൽ കനത്ത തരത്തിൽ BJPയും കോൺഗ്രസും തമ്മിലുള്ള ഐക്യമുണ്ടായിരുന്നു എന്ന് വളരെ ക്ലിയറാണ്. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോടൂ? ഞാൻ വിശ്വസിക്കണ്ട. ഇത് ഭയങ്കര ബോറാ സഖാവേ. കേരളമാകെ ഉറ്റുനോക്കിയ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് നിയമമണ്ഡലത്തില് ഒരു തരത്തിലും രാജീവ് ചന്ദ്രശേഖർ ജയിക്കേണ്ടതല്ല. പിന്നെ ഇനി ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം. ഞങ്ങൾ ജയിച്ചതേ ജനങ്ങൾക്ക് ഞങ്ങളെ വേണമെന്നുള്ളതുകൊണ്ട്. അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. കഴക്കൂട്ടത്ത് നടന്നിരിക്കുന്നതും ഇതുപോലെ തന്നെയാണ്. BJP രണ്ടിടത്ത് ജയിച്ചതിനെയാണ് ഞങ്ങളേറെ വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന രണ്ട് കാര്യം. എടാ നിന്റെ സൂക്കേട് എനിക്ക് പിടി കിട്ടിയടാ. നിരാശ, അസൂയ, കുശുമ്പ്, സങ്കടം. കറക്റ്റ്, വെരി കറക്റ്റ്. ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. അതിലൊന്ന് ഈ കഴക്കൂട്ടത്ത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും അധാർമികമായ ഒരു രാഷ്ട്രീയ നെറിയുമില്ലാത്ത ധാർമ്മികതയുമില്ലാത്ത നീക്കങ്ങൾ നടത്തിയാണ് സഖാവ് കടകംപള്ളിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. അതിന് ഒരു തരത്തിലും യുക്തിയില്ലാത്ത ഒട്ടേറെ നുണകൾ പ്രൊപ്പഗാൻഡ മിഷൻ വെച്ചിട്ട് ഇങ്ങനെ വ്യാപകമായി ജനങ്ങൾക്കിടയിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടാണ് അവര് വിജയിച്ചിരിക്കുന്നത്. അല്ലാതെ എനിക്ക് പണി അറിയാത്തോണ്ടല്ല. അതിൽ വളരെ കൗതുകരമായ ഒരു കാര്യം, കേരളം കാണേണ്ട കാര്യം, ആ പ്രചരണത്തിൽ BJP ഒറ്റയ്ക്കായിരുന്നില്ല. കോൺഗ്രസും BJPയും ഒരുമിച്ചാണ്. ഇനി അടുത്തത് പറ. ഞങ്ങളുടെ അടിത്തറ എവിടെയും അങ്ങനെ ചോർന്നു പോയിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെ മാത്രമല്ല, എല്ലാ മണ്ഡലത്തിലും. എന്നാര് പറഞ്ഞു? ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. നീ വന്നേ, നീ ചുറ്റിലും നോക്കിയാട്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മട മണ്ഡലത്തിൽ പിന്നിൽ. എന്റെ ഗുരുവായൂരപ്പ ചതിച്ചു പോ. എല്ലാ കോട്ടകളും ആടി ഉലയുന്നു എന്നുള്ളതാണ്. എല്ലാ ഇടതു കോട്ടകളുമായി ആടി ഉലയുകയാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. കേരളത്തിൽ അധികാരത്തിലിരുന്ന 14 മന്ത്രിമാർ പിന്നിലാണ്. അസംബ്ലി പിരിച്ചുവിട്ടു. 1-4 20 മന്ത്രിമാരെ ആകെ ഉണ്ടായിരുന്നു. മട്ടന്നൂർ LDFന്റെ CPMന്റെ കോട്ട അവിടെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. മാത്രമാണ് ലീഡ്. കൊച്ചുട്ടി അച്ചാച്ചനെ കാരണന്മാരൊക്കെ ശാപമായിരിക്കും. 818 വോട്ട്. അവിടെ ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിലാ. പിന്നെ എവിടെ മുന്നിലായിട്ട് എന്ത് കാര്യം? പിണറായി വിജയൻ 2523 വോട്ടുകൾക്ക് പിന്നിലെ ഇരട്ടച്ചങ്കൻ. അതൊക്കെ പണ്ട്. ഇരട്ടച്ചങ്കന് വിയർത്ത സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചു. ഇരട്ടച്ചങ്കൻ. ഇനി ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. ആന്റി ഇൻകുംബൻസി. പ്രത്യേകിച്ചും പിണറായി പോലുള്ള ഒരു സ്ഥലത്ത് ധർമ്മടം മണ്ഡലത്തിൽ 6 തവണയാണ് ലീഡ് പിറകോട്ട് പോയത്. സത്യത്തിൽ അത് പരാജയപ്പെട്ടതാണ്. എന്നോടിത് വേണ്ടായിരുന്നു. അതെ, സ്വന്തം കയ്യിരിപ്പ് ശരിയല്ലാത്തതുകൊണ്ടാ. ഇത് നിങ്ങൾ അവന്റെ കഥകൾ കേൾക്കണം. 21 ശരി, ജനങ്ങൾ പിണറായി വിജയന് തന്നെ 2ാം ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞു. കൊടുത്തു. പിന്നെ കിടക്കപ്പുറതി ഉണ്ടായിട്ടില്ല. ആ കഥകളൊക്കെ ഓർമ്മയുണ്ടോ? അഴിമതി, സ്വജനപക്ഷപാതം, ധാർഷ്ട്യം. ആ ഒരു ധാർഷ്ട്യം അത് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, അതാണ് സത്യത്തിൽ പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരുന്നത്.
ചെയ്തു കൂട്ടിയതൊക്കെ അനുഭവിക്കാണ്ട് പോകാൻ പറ്റുമോ? അതിനുള്ള ഒരു കൃത്യമായ ഒരു രേഖപ്പെടുത്തൽ, ഒരു വോട്ടായിട്ടുള്ള ഒരു മറുപടി. ജനങ്ങൾ മണ്ടന്മാരല്ല. അതെ, ഇതെല്ലാവർക്കും അതാണ്. അതെ അതെ അതെ, ഉപ്പ് തിന്നവൻ ആരായിരുന്നാലും നാരങ്ങ വെള്ളം കുടിക്കും. എന്തിന് വഴി നടക്കാൻ സമ്മതിക്കില്ല, രക്ഷാപ്രവർത്തനം കാരണം. സമാധാനമായി. പഴയതൊന്നും സാറ് മറന്നിട്ടില്ലല്ലോ. ഒരു കാലത്ത് ഞാനത് മറക്കില്ല. നമ്മൾ ഒരു അരികു പറ്റി നടന്നു പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മെ പിടിച്ച് രക്ഷിക്കാനായിട്ട് DYFIക്കാരനെടുത്ത് ചാടും. നിനച്ചിരിക്കാത്ത നേരത്തായിരിക്കും അറ്റാക്ക്. എടോ, അത് ഞാൻ തമാശക്ക്. ഇതൊക്കെയാണ് തമാശ. എന്റെ നെഞ്ചത്ത് കത്തി കുത്തി കെട്ടിയിട്ട് പറയാണ് തമാശയാണെന്ന്. ചെടിച്ചട്ടി വെച്ച് ഒരു പ്രവർത്തനം അടിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറയണമെങ്കിൽ അയാളുടെ മാനസികാവസ്ഥ എത്ര മോശമായിരിക്കും. ചുറ്റിക കൊണ്ട് തലക്കടിക്കുമ്പോ തലയോട്ടി പിളരുന്നൊരു ഒച്ചയുണ്ട്. അതിന്റെ കൂടെ നാട്ടുകാരുടെ നിലവിളിയും കൂടെ ആവുമ്പോ ഇയാൾക്ക് എന്താണ് വയ്യേ? അവന്റെ തല്ലുകൊണ്ട് പിന്നെ ആ തല്ലിന്റെ പേരിൽ നമ്മുടെ കേസും വരും. അരിയും തിന്ന് ആശാരിച്ചും കടിച്ചു, പിന്നെ പട്ടിക്കന്നെ മുറിവുറുപ്പ്. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയെ ഇനി വേണ്ടാന്ന് ജനങ്ങൾ തീരുമാനിച്ചു. കുറ്റം പറയാനൊക്കോ? വയലൻസ് ആണ് ആ പാർട്ടിയുടെ പ്രധാന ടൂൾ എന്നുള്ളത്. ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും അങ്ങനെ തന്നെ. മറ്റുള്ളവരോടും പാർട്ടിയിൽ നിന്നുള്ളവരോടും പിരിഞ്ഞു പോകുന്നവരോടും എല്ലാം ബേസിക്കലി ദേ ഡിപ്പെൻഡ് ഓൺ വയലൻസ്. അത് പാരമ്പര്യ. ഏറ്റവും വേഗം ഈ CPM എന്ന് പറയുന്ന ഒരു കലാപരിപാടി ഉണ്ടല്ലോ, അത് പിരിച്ചു വിടുന്നതാണ് അവർക്കും നാട്ടുകാർക്കും നല്ലത്. കമ്മ്യൂണിസം എന്ന് പറയുന്ന സിദ്ധാന്തം മരിച്ചുപോയി എന്ന് എല്ലാവർക്കും അറിയാം. കാലാകാലങ്ങളിൽ ഇത് പരീക്ഷിച്ചിട്ടുള്ളവരൊക്കെ നശിച്ചു പോയിട്ടേ ഉള്ളൂ. 89 മുതൽ 91 വരെ ഈ സിദ്ധാന്തത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു, അതിന്റെ കഥ കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ നാട്ടുകാർക്ക് വലിയ വിലയൊന്നുമില്ല. ഈ സാധനം കൊണ്ട് ലോകത്ത് എന്ത് നടന്നു എന്നൊക്കെ ഉള്ളത് ഇരിക്കട്ടെ, ഭാരതത്തിൽ എന്താ സംഭവിച്ചത്? ദ്രോഹമല്ലാതെ എന്തെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? പലതരത്തിലുള്ള വയലൻസ്. അതിൽ ബർബലായിരിക്കാം, ചിലപ്പോൾ മുദ്രാവാക്യമായിരിക്കാം, ചിലപ്പോൾ കരിയോയിലായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ആയിരിക്കും. വയലൻസ് ആണ്. ചെമ്പടയുടെ രീതി, ഫെഡറൽ കാസ്ട്രോയുടെ രീതി. ഇനി ഞാനായിട്ട് എന്തിനാ പാരമ്പര്യത്തിൽ കളങ്കം വരുത്തുന്നത്? അതിനകത്ത് സംശയമില്ല. അത് ഏത് വിപ്ലവ കക്ഷിയുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ടൂൾ എന്ന് പറഞ്ഞാൽ വയലൻസ്. നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും ഞാൻ കാത്തു സൂക്ഷിക്കളിയാ. ജാതിയിലുള്ള തൂത്താ പോവില്ല. പുള്ളിയെ കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞാൽ വധശ്രമത്തിന് കേസെടുക്കും. ചടങ്ങ് കവർ ചെയ്യാമെന്ന മാധ്യമ പ്രവർത്തകരുടെ കറുത്ത മാസ്ക് വരെ നിങ്ങൾ ഉരിച്ചില്ലയോ? നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ് കേട്ടോ. വധശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 10 കൊല്ലം തടവ് കിട്ടുന്ന ഏർപ്പാടാണ്. അപ്പോ ഇങ്ങനെയൊക്കെ മനുഷ്യരെ ഉപദ്രവിക്കുക, ശ്വാസം മുട്ടിക്കുക, അത് ഒരു സന്തോഷത്തിന്, അത് തെറ്റാണെങ്കിൽ ക്ഷമിച്ചേരാ, മാപ്പ്. ഇയാളുടെ പരസ്യം കൊണ്ട് വഴി മുഴുവൻ നിറയ്ക്കുക, എന്റെ ഇമേജ് എനിക്ക് നോക്കണ്ടേ, ആ പരസ്യം തലയിൽ മുട്ടിയിട്ട ആൾക്കാർക്ക് പരിക്ക് പറ്റുക, ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളും ഒക്കെ ആയിട്ട് പിണറായി വിജയൻ. കൂടുതൽ തന്നെ കൊണ്ട് പറയിക്കണ്ട. സജി, വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. M. സ്വരാജ് പറഞ്ഞിരിക്കുന്ന കാര്യം അനർഹമായ ഒരു തോൽവിയാണ് ഇതെന്നാണ്. കള്ള ബുദ്ധിജീവികളുടെ അംഗീകാരം ആർക്ക് വേണം? അയ്യോ, അങ്ങനെ പറയില്ലേ, വലിയ മഹാനല്ലേ ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രസ്താവന വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ ശ്രീത് പണിക്കർ അതൊരു MM മണി സ്റ്റൈൽ ആയിട്ടുണ്ടോ? നമുക്ക് വേണമെങ്കിൽ ഇത് പോളിഷ്ഡ് ആയിട്ടും പറയാം, അതല്ലാതെ വളരെ റോ ആയിട്ടും പറയാം. സത്യത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന നന്ദിയില്ലാത്തവന്മാരെ എന്നുള്ള വിളിയാണ്. ബോധം വിവരം വേണ്ട ഇവനൊക്കെ. വോട്ട് കിട്ടാത്ത അല്ലെങ്കിൽ വോട്ട് ചെയ്യാത്ത ആൾക്കാരെ നന്ദിയില്ലാത്തവരെ എന്ന് വിളിക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവര് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. നീ നന്നാവൂല. ഇതാണ് ഹൈറേഞ്ചിലെ വിപ്ലവ സിംഹം സഖാവ് ശശിയാശാൻ.